യുവതിയെ ഭീഷണിപ്പെടുത്തി പരാതി പിന്മാറ്റാൻ ശ്രമം നടത്തി എന്ന പരാതിയുണ്ട്. രാഹുലിന്റെ ഭീഷണി സന്ദേശങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. അതിലൊരു ചാറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: വെല്ലുവിളിക്കുകയാണ് ഈ പെൺകുട്ടിയെ രാഹുൽ. നാട്ടിൽ വന്നാൽ കുറെ ആളുകളുമായി ഞാൻ എന്റെ വീട്ടിൽ വരും, ദാറ്റ്സ് ഓൾ. അല്ലാതെ ഇങ്ങോട്ടുള്ള ഭീഷണി വേണ്ട. എന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ആകെ ഇപ്പൊ ഇല്ലാത്തതും നീ ഇപ്പോ എക്സ്ട്രാ ചെയ്യുമെന്ന് പറയുന്നതും കേസ് കൊടുക്കലാണ്. ഈ കേസ് കോർട്ടിൽ വരുമ്പോഴുള്ള അവസ്ഥ നിനക്ക് അറിയാമല്ലോ. അത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോ നീ അതൊക്കെ കഴിഞ്ഞിട്ട് വാ. എന്നിട്ട് നീ നന്നായി ജീവിക്കണേ. ആരെയാ പേടിപ്പിക്കുന്നേ? എല്ലാം തീർന്ന് നിൽക്കുന്ന ഒരാൾ നീ പേടിപ്പിക്കുന്നു. നീ പ്രസ് മീറ്റ് നടത്തുക തുടങ്ങിയ വെല്ലുവിളികൾ ഈ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിക്കെതിരെ മുഴക്കുന്നുണ്ട്. തനിക്ക് രാഹുലിന്റെ ഭീഷണി സന്ദേശങ്ങൾ പുറത്തു വരുന്നുണ്ട്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറ്റൊരു ഭീഷണി. അതിജീവിതയായ യുവതിക്കാണ് രാഹുലിന്റെ ഭീഷണി സന്ദേശം. പേടിപ്പിക്കാൻ നീ എന്നല്ല, ലോകത്തെ ഒരു മനുഷ്യനും നോക്കണ്ട. കുറ്റസമ്മതം നടത്താനാണ് തീരുമാനം. അങ്ങനെ ഞാൻ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ല. ഞാൻ എല്ലാത്തിന്റെയും വ്യക്തിയും കഴിഞ്ഞു നിൽക്കുകയാണ്. ഒരു മാസം മുന്നേ ആയിരുന്നുവെങ്കിൽ ഇതൊക്കെ ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു. ഇമേജ് തിരിച്ചു പിടിക്കുന്നൊന്നുമല്ല മോളെ, അതൊക്കെ നിന്റെ തോന്നലാണ്. നീ ഒന്നും സറണ്ടർ ഇനിയൊന്നും ഞാനൊന്നും സറണ്ടർ ചെയ്യാൻ തീരുമാനമുണ്ട്. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്തോളാം. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, ബട്ട് നീ താങ്ങില്ല തുടങ്ങിയ വെല്ലുവിളികളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഈ യുവതി ഇരകൾക്കെതിരെ ഉള്ളത്. നമുക്കറിയാം, ആദ്യ 2 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സമാനമായ നീക്കം തന്നെയാണ് നടത്തിയത്. ഇരകളെ ആദ്യം കേസ് പിന്മാറാൻ നിർബന്ധിക്കും. അത് കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന ശൈലി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ കേസിലും സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെയും സമാനമായ നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടായി എന്ന തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പെൺകുട്ടിയുടെ പരാതിയിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ ആരോപിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. പിന്മാറിയില്ലെങ്കിൽ അല്ലെങ്കിൽ തനിക്കെതിരെ നിലപാട് എടുക്കുന്നത് തുടർന്നാൽ കുടുംബത്തിന്റെ കാര്യം, നിനക്കൊരു സഹോദരി ഉണ്ടല്ലോ, അവളുടെ കല്യാണം മുടക്കും തുടങ്ങിയ തരത്തിലുള്ള വലിയ ഭീഷണികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഴക്കി എന്ന ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ, അന്വേഷണ സംഘത്തിലേക്ക് മൊഴിയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ സാധൂരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുവതിയെ ഭീഷണിപ്പെടുത്തി പരാതിയിൽ നിന്ന് പിന്മാറ്റാനാണ് ശ്രമം. അത് കഴിഞ്ഞ 2 കേസുകളിലും രാഹുലിന്റെ ഭാഗത്ത് ആ രീതിയിൽ ഉണ്ടായിരുന്നു. ആദ്യം ഇരകൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ അവർ സ്വാഭാവിക പ്രതിഷേധമുയർത്തും. ആദ്യം വിവാഹം വാഗ്ദാനം വീണ്ടും നൽകും. പിന്നീട് അത് നീട്ടിക്കൊണ്ടുപോകുമ്പോൾ ഇരകൾ വീണ്ടും രാഹുലിനെ സമീപിക്കുമ്പോഴാണ് അടുത്ത ഘട്ടമെന്നതിൽ ഭീഷണി സന്ദേശങ്ങളുമായി എത്തുക. നേരത്തെ തന്നെ കൊല്ലാൻ പോലും മടിക്കില്ല തരത്തിലുള്ള ചില സന്ദേശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ കേസിലെ അതിജീവിതയ്ക്ക് എതിരെ നടത്തിയിരുന്നു. അതിന് സമാനം മറ്റു കേസുകളിലുമുണ്ട്. രാഹുലിന്റെ ഒരു ശൈലി തന്നെ അതാണ് എന്ന് വ്യക്തമാകുന്നതാണ് ഈ കേസുകളിൽ ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ. അതേ കാര്യം തന്നെയാണ് ഈ മറ്റ് 2 കേസുകളിലും രാഹുൽ വളരെ കൃത്യമായി ഈ 3 കേസുകളിലുമുള്ള സമാനത ഇത് തന്നെയാണ് അരുൺ. ഈ 3 കേസുകളിലും ഗർഭചിത്രമുണ്ട്, വലിയ ഭീഷണിയുണ്ട്, അതിനുശേഷം കുട്ടിയെ വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ 3ാമത്തെ കേസിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാമ്പത്തിക ചൂഷണം എന്നുള്ളത് കൂടി അഡീഷണലായി ചെയ്തിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനൊപ്പമാണ് ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ, ഇയാൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഈ പെൺകുട്ടികൾ വഴങ്ങാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീഷണി, അതെന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് എന്നുള്ളതാണ്. അതും വാട്സപ്പിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കിയാൽ നമുക്കറിയാം സ്വാഭാവികമായും ഇത് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഇത് സ്ക്രീൻഷോട്ടും മറ്റും എടുത്തു വെക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ടും സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യാവുന്ന പ്രവൃത്തിക്കപ്പുറത്തേക്ക് ഇയാൾ പോകുന്ന ഒരു മനോനില, അതെന്തിൻ്റെ ഏത് തലത്തിലാണ് ഇയാൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരുപക്ഷെ അധികാരത്തിന്റെ ഹുങ്കായിരിക്കാം, അല്ലെങ്കിൽ തനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത്തരം സമാനമായ കേസുകൾ ഈ പ്രത്യേകിച്ചും വിവാഹിതകളായിരുന്നു അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തിയ പെൺകുട്ടികളാണ് ഇരകളെങ്കിൽ അവർ വിവാഹിത എന്ന വിവരം മറച്ചുവെച്ചുകൊണ്ട് ബന്ധപ്പെട്ടു എന്ന നിയമപരമായി തെളിയിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാകാം, അല്ലെങ്കിൽ അവർ പുറത്തു വരാൻ മടിക്കുമെന്നതുകൊണ്ട് തന്നെയാകാം. സ്വാഭാവികമായും ആദ്യ കേസിലെ എന്തുകൊണ്ട് ഈ മൂന്നാമത്തെ കേസ് ഇത്ര വൈകി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ്. ആ പെൺകുട്ടിയുടെ മൊഴികൾ വളരെ വ്യക്തവുമാണ് രഞ്ജിത്ത്. അതായത് ആദ്യത്തെ കേസിൽ വന്ന പെൺകുട്ടി ഇര അവർ അനുഭവിച്ച ആൾക്കൂട്ട ആക്രമണം എന്ന് തന്നെ പറയാവുന്ന മൊബൈൽ ലിഞ്ചിങ്, അതായത് വളരെ കൃത്യമായി സൈബർ ലിഞ്ചിങ് അവരെ നടത്തുന്നു. അവരെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളുടെ പോലും തിരഞ്ഞുപിടിച്ചുകൊണ്ട് അവരുടെ എല്ലാ പശ്ചാത്തലങ്ങളും പുറത്താക്കിക്കൊണ്ട്
ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണം സ്വാഭാവികമായും ഏത് പെൺകുട്ടിയും പതറിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന 2 ഇരകളും പുറത്തു വരാൻ വൈകിയത്, പരാതി വൈകിയത്. മുഖ്യമന്ത്രിക്ക് അയച്ച മെയിലിൽ വളരെ വ്യക്തമായി പെൺകുട്ടി ഇതൊക്കെ പറയുന്നുണ്ട്. ഇനിയും ഇരകൾ വരാനുണ്ടെന്ന് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ ഇന്നലെ നമ്മോട് സംസാരിച്ച ഷഹനാസ് അടക്കമുള്ളവർ അക്കാര്യം തുറന്നു പറയുന്നുണ്ട്. ഇനിയും ഇരകൾ വരാനുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് ഓഫീസിന് ഒരുപക്ഷെ അറിയാവുന്ന വിവരമായിരിക്കാം, പ്രതിപക്ഷ നേതാവിന് ഒരുപക്ഷെ അറിയാവുന്ന വിവരമായിരിക്കാം, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ അറിയാവുന്ന വിവരമായിരിക്കാം. ഇനിയും ഇരകൾ വരാനുണ്ട്. പക്ഷേ ഇരകൾ വരാൻ മടിക്കുന്നത്, വൈകുന്നു. ഒരുപക്ഷെ അവർ ഒരു കുടുംബജീവിതം നയിക്കുന്നവരാകാം. ചില 23 വയസ്സ് മാത്രമുള്ളൊരു പെൺകുട്ടിയാണ്. അവൾ ഒരുപക്ഷെ അവളുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നതായിരിക്കാം. ഇത്തരത്തിൽ പല തരത്തിലുള്ള ആളുകളുണ്ട്. ഒരുപക്ഷെ കുടുംബജീവിതം നയിക്കുന്നവരോ അല്ലെങ്കിൽ വിവാഹിതരാകാൻ തയ്യാറെടുക്കുന്നവരോ ഒക്കെ ഉണ്ടാകാം ഈ കേസുകളിൽ. അത്തരം പല പേരുകൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നു. തൻ്റെ കുടുംബം തകർക്കുമെന്ന് തന്നെയാണ് രാഹുലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭീഷണി. അത് അവരുടെ ദാമ്പത്യ ജീവിതം മാത്രമായിരിക്കില്ല, അവരുടെ സഹോദരിമാരുണ്ടെങ്കിൽ അവരുടെ ജീവിതം, അവരുടെ വിവാഹം ഒക്കെ മുടക്കുമെന്ന ഭീഷണി ഈ ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് അന്വേഷണ സംഘം പറഞ്ഞതുപോലെ ഹാബിച്വൽ സെക്ഷൽ ഒഫൻഡറായ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഇരകൾ പരാതി പറയാൻ മടിച്ചത്, പരാതി പറയാൻ വൈകിയത്. ഇപ്പോഴും പുറത്തു വരാൻ ഭയന്നിരിക്കുന്ന നിരവധി ഇരകളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഒരുപക്ഷെ അന്വേഷണ സംഘത്തോട് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പോലും അവർ ഭയന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ പ്രത്യേകത. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി തിരുവല്ല കോടതിയിൽ വരാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. നമുക്കറിയാം, നേരത്തെയുള്ള കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായി ഇരയിൽ നിന്ന് മൊഴി എടുത്ത്, വീഡിയോ കോളിൽ കൂടി മൊഴിയെടുത്ത്, തെളിവുകൾ ശേഖരിച്ച് AIG നേരിട്ടിടപെട്ട് കുറച്ചുകൂടി കടുപ്പിച്ച് രാഹുലിനെ എന്തായാലും കുരുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയ ഒരു കേസ് കൂടിയാണിത്. ഇത്തരം ചാറ്റുകൾ, ഇത്തരം തെളിവുകൾ, ഇത്തരം ഡിമാൻഡുകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും അത് ജാമ്യ ഹർജിയെയും ബാധിക്കും. അതുകൊണ്ട് കുറച്ചു കാലം കൂടി സ്വാഭാവികമായും ജയിൽ തുടരേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വാഭാവികമായും ഇന്ന് തന്നെ ജാമ്യം കിട്ടണമെന്ന്, അല്ലെങ്കിൽ നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ കിട്ടണമെന്നില്ല. കാരണം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയുണ്ട്. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രം, അല്ലെങ്കിൽ അവസാനിച്ചതിനെ തുടർന്ന് മാത്രമേ, അല്ലെങ്കിൽ പോലീസ് അന്വേഷണം രാഹുലിനെ തെളിവെടുപ്പിന്, ചോദ്യം ചെയ്യലിന്, രാഹുലിന് അറിയാവുന്ന വിവരങ്ങൾക്കൊക്കെ കൃത്യമായി, സ്വാഭാവികമായും ഇനിയിപ്പോൾ കസ്റ്റഡി ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെയുള്ള ഈ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ നിലനിൽക്കുമോ? ഇപ്പോൾ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ഹൈക്കോടതി ഒരു കേസിൽ രാഹുലിന് 2 കേസിലും നൽകിയിട്ടുണ്ട്. ആ സംരക്ഷണമൊക്കെ എത്ര നാൾ ഇനി നിൽക്കുമെന്ന സംശയമുണ്ട്. കാരണം രാഹുൽ മറ്റൊരു കേസിൽ പ്രതിയായി ജയിലിൽ കഴിഞ്ഞു. സ്വാഭാവികമായും അറസ്റ്റിലേക്ക് പോകാമെന്ന് അവരും ആ കേസുകളിലും വിധി ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ രാഹുൽ വീണ്ടും കസ്റ്റഡിയിൽ തുടരുന്ന സമയം കൂടാനാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ആരോപണമാണ്, കെട്ടിച്ചമച്ചതാണ്, ഗൂഢാലോചനയാണ് എന്നൊക്കെ രാഹുലിന്റെ വാദങ്ങൾ അംഗീകരിച്ച് കോടതി ജാമ്യം നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിൽ കോടതിയാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ അതിന് അത്ര സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. തിരിച്ചു വരാം. ഇപ്പോൾ ഡാൻ കുര്യൻ കൂടി വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഡാന്, വളരെ നിർണായകമായ ചാറ്റുകൾ, അത് ഈ 3ാമത്തെ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതാണ്, ഗൗരവമേറിയതാണ്. അത്രത്തോളം ഭീഷണി സ്വരത്തിലാണ് ഇയാൾ സംസാരിക്കുന്നത് ഈ പെൺകുട്ടിയോട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു റെലവൻസ് വളരെ പ്രധാനമാണല്ലോ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. രഞ്ജിത്ത്, ആദ്യ കേസിലെ പരാതിക്കാരി അവരുടെ ശബ്ദ സന്ദേശങ്ങൾ അടക്കം പുറത്തു വരികയും അത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ രാഹുലിനെതിരെ പരാതി നൽകിയിരിക്കുന്ന യുവതി വിദേശത്ത് നിന്ന് നാട്ടിലെത്തുകയും പാലക്കാടെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിൽ കണ്ട് എന്താണ് ഈ സംഭവങ്ങളെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോൾ രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതായത് യുവതി പാലക്കാട് എത്തിയതിനു ശേഷം രാഹുലിനെ കാണാൻ കഴിയാതെ വന്നതിന് പിന്നാലെ രാഹുലുമായി നടത്തിയ സംഭാഷണത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, ഈ രാഹുലിനെതിരെ നിന്നവരെയും അവരുടെ കുടുംബങ്ങളെയും താൻ വെറുതെ വിടില്ല, അവർക്കെതിരെ അതേ രീതിയിൽ തിരിച്ചു കൊടുക്കും. എനിക്കെതിരെ ചെയ്യുന്നത് ഒരുപക്ഷെ എനിക്ക് താങ്ങാൻ കഴിയും, പക്ഷെ ഞാൻ തിരിച്ചു ചെയ്താൽ നിനക്ക് താങ്ങാൻ കഴിയില്ല എന്ന തരത്തിലുള്ള കൃത്യമായ ഭീഷണി സന്ദേശമാണ് ഈ മെസ്സേജുകളിലൊക്കെ ഉള്ളത്. 1 മാസം മുമ്പായിരുന്നു ഇതൊക്കെയെങ്കിൽ താൻ മൈൻഡ് ചെയ്യുകയില്ലായിരുന്നെന്നും ഇപ്പോൾ എനിക്കിനി ഒന്നും നോക്കാനില്ല എന്നും ഞാൻ എല്ലാത്തിന്റെയും എത്രയും കഴിഞ്ഞ് നിൽക്കുകയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയുണ്ട്. പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കണമെന്നും കുറ്റസമ്മതം നടത്താനാണ് തീരുമാനമെന്നും ഈ ചാറ്റിൽ പരാമർശമുണ്ട്. ഇനി ഞാൻ ഒന്നും സറണ്ടർ ചെയ്യില്ല എന്ന തീരുമാനമാണ്. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യും, നീ ചെയ്യുന്നത് ഞാൻ താങ്ങും,
ബട്ട് നീ താങ്ങില്ല എന്നൊക്കെയാണ് ഭീഷണിയുടെ സ്വരത്തിലുള്ള ഈ ചാറ്റിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ. വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ ഈ കുട്ടിയോട് സംസാരിക്കുന്ന യുവതിയുമായി അവർ കാണാനെത്തിയപ്പോൾ അതിന് വഴങ്ങാതിരുന്ന രാഹുൽ അതെന്തുകൊണ്ടാണെന്ന് ചോദ്യങ്ങൾക്ക് വെല്ലുവിളി നിറയുന്ന സ്വരത്തിലാണ് മറുപടി നൽകുന്നത്. നാട്ടിൽ വന്നാൽ കുറെ ആളുകളുമായി ഞാൻ നിന്റെ വീട്ടിൽ വരുമെന്നും ഇങ്ങോട്ടുള്ള ഭീഷണി വേണ്ട എന്നും എന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുമൊക്കെയുള്ള കൃത്യമായ ഭീഷണി നിറഞ്ഞു നിൽക്കുന്ന വെല്ലുവിളിയുടെ സ്വരത്തിലുള്ള പരാമർശങ്ങളാണ്. ഇത് കോർട്ടിൽ വരുമ്പോൾ ഉള്ള അവസ്ഥ നിനക്കറിയാമല്ലോ എന്ന് എടുത്തു പറയുന്നത്. അതായത് കോടതിയിൽ നിന്ന് തനിക്ക് അനുകൂലമായ വിധിയെ വരൂ എന്ന് നേരത്തെ തന്നെ ഈ യുവതിയോട് പറയുന്ന ചാറ്റുകൾ ഇപ്പോൾ വയ്ക്കുകയാണ്. അതായത് ഇതിനു മുൻപുള്ള 2 കേസുകളിലും ഇയാൾക്ക് ലഭിച്ച നിയമപരമായ പരിരക്ഷ, ആത്മവിശ്വാസം ഈ കേസിലും ഉണ്ടാകുമെന്ന് ഈ പെൺകുട്ടിയോട് പറയുകയാണ് ഇയാൾ. അതെ അതെ അതെ, ആരെയാണ് പേടിപ്പിക്കുന്നത്? എല്ലാം തീർന്നു നിൽക്കുന്ന ഒരാളെ നീ പേടിപ്പിക്കുന്നു, നീ പ്രസ് മീറ്റ് നടത്ത് എന്ന തരത്തിൽ വെല്ലുവിളിക്കുകയാണ് യുവതി. അത്തരത്തിലുള്ള ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന, പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശം യുവതിയെ ഭീഷണിപ്പെടുത്തി വാങ്ങിയ ഒരു ശബ്ദ സന്ദേശമുണ്ട്. ആ ശബ്ദ സന്ദേശത്തിന്റെ പിൻബലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഉള്ള ഭീഷണിയുടെ സ്വരത്തിലുള്ള സംസാരം ഈ യുവതിയോട് നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ശബ്ദ സന്ദേശത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എന്ത് കാര്യങ്ങളാണ് രാഹുലിനോട് യുവതി പറയുന്നത് നമുക്കറിയില്ല. അത്തരത്തിലൊരു ശബ്ദ സന്ദേശമുണ്ട്. ആ യുവതിയെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു സന്ദേശം യുവതിയുടെ കയ്യിൽ നിന്ന് രാഹുൽ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പോലീസ് നൽകുന്നത്. അതെന്താണെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല. പക്ഷേ അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ മൊഴിയെടുക്കുന്നതിനിടെ യുവതി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഭീഷണിയുടെ ഏത് ഘട്ടത്തിലാണ് അങ്ങനെ ഒരു ശബ്ദ സന്ദേശം രാഹുലിന് ഈ യുവതി കൈമാറിയത് എന്ന കാര്യത്തെക്കുറിച്ച് കൂടി വിശദമായ പരിശോധനകൾ നടക്കും. അതായത് ഒരു തരത്തിലും പരാതിയുമായി ഈ യുവതി മുമ്പോട്ട് വരാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഭീഷണിയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ നവംബർ മാസത്തിൽ തന്നെ അതിന് പരാതി നൽകാൻ തയ്യാറായ യുവതി അത് 2.5 മാസം കൂടി വൈകിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഭീഷണിയാണ്. പിന്നീട് തുടർച്ചയായി 2 കേസുകൾ വരികയും രാഹുൽ ഒളിവിൽ പോവുകയും പിന്നീട് കോടതി മുൻകൂർ ജാമ്യം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് യുവതി മറ്റ് പരാതിക്കാരുമായി ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അവർ നൽകിയ ഒരു ധൈര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ യുവതി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഈ ഭീഷണിയുടെ സ്വരം മറ്റ് ഇരകളുടെ എടുത്തും രാഹുൽ ഇതേ സമീപനമാണ് സ്വീകരിച്ചത് എന്ന സൂചന കൂടി ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. ആ ഒരു ഉൾഭയത്തിൽ നിന്നുകൊണ്ടാണ് പലരും നിയമപരമായി പരാതിയുമായി മുമ്പോട്ട് വരാൻ. തീർച്ചയായും ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത് ഈ രാഹുലിന് ഇരയായ നിരവധി പെൺകുട്ടികളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ പരാതിയായി വന്നിട്ടുള്ളത് 3 പേരാണ്. 16 പെൺകുട്ടികൾ ഇയാളുടെ ഇരയാണ് എന്നുള്ള വിവരങ്ങൾ അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അവരാരും രംഗത്ത് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 10-13 പേർ ഇനിയും നിൽക്കുകയാണ്. അതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇവരൊക്കെ സമൂഹ മധ്യത്തിലേക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് പരാതിയുമായി എത്താത്തതിന് കാരണം ഇയാളുടെ ഈ വിധമുള്ള ഭീഷണികളായിരിക്കാം. ഒരുപക്ഷെ ഇതിന് മുകളിലും ഇയാൾ ആ തരത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തുകയും വല്ലാതെ ഇവരെ മാനസികമായി ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരിക്കാം. അതായത് കൃത്യമായുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏത് തരത്തിലായിരുന്നു ഈ ഭീഷണി? അതായത് ഇത് പുറത്തു നിൽക്കുന്ന ഒരാളെയല്ല, ഇതിൽ ഇരയാക്കപ്പെട്ട ആളുകളോടാണ് ഈ ഒരു സമീപനം രാഹുൽ സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റൊരു ദേശത്ത് കഴിയുന്ന ഒരു യുവതിയോട് വീട്ടിൽ ആളുകളുമായി എത്തും, കുടുംബാംഗങ്ങളോട് ഇക്കാര്യങ്ങൾ പറയും, അവരുടെ ജീവിതം തകർക്കും എന്നൊക്കെയുള്ള ഭീഷണികൾ എല്ലാം തകർന്ന് വിശ്വസിച്ച ആളുടെ വഞ്ചന നേരിട്ട് ഗർഭചിത്രത്തിനും ഇരയായ ഒരു യുവതിയോട് ഇത്തരത്തിൽ കുടുംബം തകർത്തുകളെയും കുടുംബത്തിലുള്ള അംഗങ്ങളുടെ ആരോഗ്യനില വഷളാക്കും എന്ന തരത്തിലൊക്കെ ചാറ്റുകളിലൂടെയും വോയിസ് മെസ്സേജുകളിലൂടെയും ഒക്കെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതേ അവസ്ഥയിലൂടെ തന്നെയാണ് ഇവർ കടന്നുപോയത്. അതുകൊണ്ടാണ് പലരും പരാതി നൽകാൻ ഈ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് തയ്യാറാകാതിരുന്നത്. അതായത് കൃത്യമായ ഒരു ഹാബിച്വൽ ഒഫൻഡറുടെ ഭാഗത്തു നിന്ന് വരുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഭീഷണികളും രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇരകളോട് ഉണ്ടായി എന്ന് വ്യക്തമാക്കുകയാണ് ഈ തെളിവുകളിലൂടെ. ആദ്യ കേസ് നമുക്കറിയാം. ആദ്യ കേസിൽ പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങൾ അറിയാം. ഏതു തരത്തിലുള്ള ഭീഷണിയുടെ സ്വരമായിരുന്നു അവിടെ എന്നറിയാം.
അതേ സമാനമായ തരത്തിലുള്ള ഭീഷണിയാണ് ഈ യുവതി രാഹുലിനെ നേരിൽ കാണാൻ ശ്രമിച്ചപ്പോൾ അതിന് തയ്യാറാകാതിരുന്ന രാഹുൽ പിന്നീട് ആ മെസ്സേജുകളിലൂടെയും വോയിസ് മെസ്സേജുകളിലൂടെയും ഇവർക്ക് കൈമാറിയിരിക്കുന്നത്. പിന്നീട് യുവതിയെ ഭീഷണിപ്പെടുത്തി രാഹുൽ കൈവശപ്പെടുത്തിയ മറ്റൊരു ശബ്ദ സന്ദേശം രാഹുലിന്റെ കൈവശമുണ്ട് എന്നുകൂടി പോലീസ് പറയുമ്പോൾ, അന്വേഷണ സംഘം അത്തരത്തിലൊരു സൂചന നൽകുമ്പോൾ എത്രമാത്രം കൃത്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു ക്രൈം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്ലാനിങ് രാഹുൽ നടത്തിയിരുന്നു. അതായത് എല്ലാം ചെയ്തതിന് അവസാനം ഇരയാക്കപ്പെടുന്നവർക്ക് കുരുക്കാകുന്ന കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ കൈവശപ്പെടുത്തി സൂക്ഷിച്ചതിനു ശേഷം അവരെ വെല്ലുവിളിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതാണ് എത്ര ക്രൂരമായാണ് ഇയാൾ ഈ ഇരകളോട് ഇടപെട്ടത് എന്നതിൻ്റെ ചാറ്റുകളാണ് പുറത്തു വരുന്നത്. ഈ പ്രശ്നങ്ങൾ ഇത്രയധികം കേസുകളിൽ കുടുങ്ങിയപ്പോഴും ഇയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഈ പെൺകുട്ടിയെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നതിന്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി ഈ കേസിൽ ഗൗരവമേറിയ ഒന്നായി മാറുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മൂന്നാമത്തെ കേസിലെ ഇരയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചാറ്റുകളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഡാൻ കുര്യനും VV അരുണുമാണ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.